ഏട്ടാ മോനെ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാൽ ജസ്റ്റ് ടൗണിൽ പോകണം. പിള്ളേരെ കമ്പനിക്കാരൊക്കെ കുറച്ച് പരിപാടി ഉണ്ട്. അപ്പോൾ അവരപ്പം വൈബ് അടിക്കാൻ ഈ സൈഡ് പോകുന്നു. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് നേരിട്ട് കാണാം. ഓക്കെ, ബൈ. നമ്മുടെ ഒന്നാമത്തെ മെമ്പർ കയറിയിട്ടുണ്ട് വണ്ടീൻ്റെ ഉള്ളിൽ. ആരത് മനസ്സിലായിട്ടുണ്ട്? മുമ്പത്തെ വ്ളോഗ് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ട് ആരാന്ന് അല്ലേ മച്ചു? അച്ഛന്മാര് ഇപ്പൊ വടക്കേ സ്റ്റാൻഡ് ഇപ്പൊ എന്റെ പേരെന്താണ് പറയാ, പാലസിന്റെ ഇപ്പുറത്ത് ഇതിനെന്താ പറയാ, മ്യൂസിയത്തിന്റെ സൈഡിലാണ് നിൽക്കുന്നത്. അവന് ഇവിടെ വീഡിയോ ഉണ്ട്. അപ്പൊ അവൻ തപ്പട്ടെ പോയിട്ട് എത്ര മണി തപ്പാ നമുക്ക് ഓനെ. വീഡിയോ എടുപ്പാണ് ഗായ്സ്. രണ്ടുപേരും നടന്നു വരുന്നത് ഷെബിൽ ആൻഡ് റിഷ. ആ പൈസ നീ മറ്റേ വണ്ടി എടുത്ത. അപ്പൊ ഇനി അതിനെ നമ്മള് പോയിട്ട് അവിടെ പോയിട്ട് തല്ലി കൊല്ലിയ. നമ്മള് ദയ പോയിട്ട് അതിനെടുക്കാൻ പോവാണ്. എനിക്കറിയാൻ പാടില്ല ബ്രോ, ആദ്യം അതിനെ അറിയുള്ള പ്ലാനൊക്കെ എന്താണ്. ക്യാഷ്യർ വരട്ടെ ഗൈസ്, അവ അറിയാല്ല. അത് ഹായ് കമോൺ ബേബി. സംബര സ്റ്റോറി തുറന്നു കൊടുക്കാനെ കാർ കിട്ടിയതിന് ഭാഗ്യം. Come on, let's grow, bro. ഫസ്റ്റ് പെട്രോൾ, അതിന്റെ സംഭാരം കേട്ടോ. വിട്ടാ പ്രശ്നങ്ങളില്ലാന്ന് മച്ചാനെ പിടിച്ചോ. ഓണാക്കി പിടിക്കട്ടെ, അല്ലാണ്ട് ഓഫാക്കി പിടിക്കില്ല. ഒരു പാവം ചങ്ങ സംഭരമാണ് ചോദിച്ചിട്ട് കൊടുത്തിട്ടുണ്ടോ പിന്നെ എന്റെ വയസ്സ് കൂടെ പറയടാ. നമ്മള് ഹൈലൈറ്റ് മാളിക്ക് പോവാണ്. പെട്രോൾ അടിച്ചിട്ടാണ് പെട്രോൾ ഇല്ല. ഞാൻ കാശ് ഇടാത്തോണ്ട് നമുക്ക് ഫ്രീ. എത്ര അടിച്ചാലും കാല് കാണിക്കുന്ന പെട്രോളിന്റെ സാധനം നോക്കിക്കോ. പൈസ എടുത്തേക്ക് ആ പൈസ 300 റിച്ച് പോയിട്ടേ നീ നിന്റെ കയ്യിൽ നിന്ന് എടുക്കടാ. 200 അടിച്ചവിടെ. അപ്പൊ പിന്നെ എന്തിനടിക്കണേ? 200 എന്താ കാശില്ലേ? എടാ എനിക്ക് 500 രൂപ തരാം. ആദ്യം എന്റെ കാശ് എടുത്തു കൊടുത്തേ. നീ നോക്കണ അപ്പോള് ഇത് ഷെബീനിലെ കോട്ട. ആ ഇതെന്നെ എന്താ പിണങ്ങിരിക്കണോ? ഫുഡ് കിട്ടിയില്ല. ഞാൻ അവിടെ പോയിട്ട് കണ്ണിയുടെ പെമ്പിള എവിടെ അച്ഛലേക്ക് പറ തലം വിട്ടുട്ടാ. ഇല്ല പിന്നെ കൊറേ നേരായി. ചേച്ചിക്ക് നമുക്ക് ചാലഞ്ച് നടത്താം. ഈ ചേച്ചി നമ്മുടെ ചാനൽ സബ് ഇട്ടെങ്കിൽ ചേച്ചിക്ക് 100 ആര് സബ് കോണ്ട ചേട്ടാ ഒരു ഹായ് പറയൂ. നമ്മളെല്ലാരും അറിയാം 300 രൂപയ്ക്ക് മന്തി, 1 കിലോ ചിക്കൻ. നീ വണ്ടി അല്ല ഒരാൾ 200 പറഞ്ഞു, 100 ഇട്ട്. അപ്പൊ എന്റെ വണ്ടി എപ്പോഴെങ്കിലും 10 രൂപ വാങ്ങിച്ചെന്നുണ്ടാ. ഇപ്പോഴത് ഫ്രീ ആയിട്ട് ഫ്രണ്ട് കയറിയിട്ടുണ്ടല്ലോ. ഇയാൾ 500,000 കടപ്പാറ് കള്ളപ്പന്നി. ആ ഒരു വർത്താനം പറയണു. 10 എടുത്ത് കാണിക്കും.
ഇതാണ് എൻ്റെ വീട്ടിലുള്ള പൈസ എന്ന് പറയുന്നത്. ദിയ കൊടുത്തത് തന്നെ എന്റെ പെണ്ണ് സെറ്റ് ഒരു കീറി 500 നോട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ബാങ്കിൽ പോയിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലാനിങ്ങിലാണ്. അതെ ഇവിടെ ഇല്ലേ, ഇവിടെ വെള്ള പേപ്പർ വെച്ചിട്ട് ഒട്ടിക്കുക. അന്റെ ബാങ്ക് കൊണ്ടെടുത്ത് ഈ നമ്പർ കിട്ടിയാൽ ഞാൻ കൊടുത്തിട്ടുള്ള പൊട്ടന്മാര് മറ്റേ 500 നോട്ടില്ല, അത് കീറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ നോട്ട് നമ്മുടെ ബാങ്ക് ഇവിടെ ഒരു അടുത്തൊരു ബാങ്കിന് ആ ബാങ്കിലേക്ക് പൈസ മാറ്റാൻ വേണ്ടി പോവാ. 500 നോട്ട് കീറിയിട്ട് ചമാരെ ഹൈലൈറ്റ് മോളെത്തി പാർക്കിങ്ങിലാണ്. പാർക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൈലൈറ്റ് മോൾ ഈ വഴിയാ, ഈ വഴിയുള്ള ഈ വഴിയാടാ, ഇപ്പഴത്തെ വഴിയാ. ഇതാണ് ഹൈലൈറ്റ് മാളിന്റെ ഇന്റീരിയർ ഷോപ്പിംഗ് സെക്ഷൻ. മോളിലോട്ട് ഉള്ള ഫ്ലോറാടാ, അറിയോ? 3rd ഫ്ലോറാ, 2nd ഫ്ലോറാ, 3rd ഫ്ലോറാ? ഒരു വ്യൂ കാണിച്ചിട്ട്, വൈഡ് ആംഗിൾ വ്യൂ കാണിച്ചിട്ട്. ഫ്ലാറ്റ് 199 ഓഫേഴ്സ് ഇഷ്ടംപോലെയുണ്ട്. എങ്ങോട്ടാ അടുത്ത? എങ്ങോട്ടാണ്? ഫുഡ് കോർട്ടോ. മറ്റന്മാരൊരു ചെറിയൊരു ചലഞ്ചിന് വേണ്ടി നിൽക്കുകയാണ്. നോക്കിയൊക്കെ വർക്കാവോ ഇല്ലയോ എന്ന് നോക്കിയൊക്കെ. എന്തായാലും ദിസ് ഇസ് ദ ഫുഡ് കോർട്ട്. ബൽക്കണിയിൽ വിളിക്കാൻ പോണ്. യെസ് യെസ്, ദിസ് ഇസ് ദ ബാൽക്കണി ഓഫ് ഹൈലൈറ്റ് മാൾ. ആരാണ് ചോദിച്ചത്? ഇടിച്ചിരിക്കുന്നു. ഭയങ്കരമാണ് ആളാർക്കിയടാ. നീയൊക്കെ ഏതാടാ? നീ അവന്റെ കോലം ഒന്ന് നോക്ക്. ഈത്ത ഒലിക്കാൻ വേണ്ടി ചാല് വെട്ടി ഒരു താടിയും കണ്ണി കൊള്ളാനുള്ള പിരിയത്തുണ്ടെന്ന് പറഞ്ഞൊരു ചുമല കണ്ണാടിയും. ഇവിടെ അല്ലേ നിർത്തട്ടെ, വല്ല കാളപ്പോരിനെ കൊണ്ടേ നിർത്തട്ടെ. ചിരിച്ചാതി. ഞാൻ പോവൂല. നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? ഞാൻ പോവൂലെന്നൊന്നും ഞാൻ നിന്ന് കിണക്കുന്നത് കണ്ടല്ലേ, അത് ചോദിക്കണ. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, താൻ ആരുവാ?
രണ്ട് ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. അച്ഛന്മാരെ നൈസായിട്ട് പണിപാളി. ഇവിടെ സ്റ്റാഫ് പിടിച്ച് സീനാക്കി. അത് വീഡിയോ ക്ലിപ്പ് എടുക്കാൻ പറ്റിയില്ല. ബട്ട് ഞാൻ ആ ഓളിട്ടപ്പോൾ ഞാൻ നൈസായിട്ട് ഹൈറ്റ് മാളിൻ്റെ ബാൽക്കണി പോയായിരുന്നു. എന്നിട്ട് അവിടുത്തെ വന്ന സ്റ്റാഫിനെ പിടിച്ച് കൊണ്ടുപോയി ഒരു റൂമിൽ കയറ്റി. എൻ്റെ അതിന് ഉപദേശിച്ച് ഇവിടെ വന്ന് വീഡിയോ എടുക്കാൻ പെർമിഷൻ ഒക്കെ ആണ്. ഞാൻ പറഞ്ഞു യൂട്യൂബറാണ് വ്ളോഗറാണെന്ന് ഞാൻ പറഞ്ഞ് സ്റ്റാർട്ടിങ് ആണെന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടുത്തെ പെർമിഷൻ എടുക്കാണ്ട് വന്ന പണിപാളും എന്നിട്ട് അത് കുറേ ചൂടായിട്ട് മാറ്റർ ഇല്ല. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു മുമ്പേ ഞങ്ങൾ വീഡിയോ എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. വീഡിയോ എടുക്കാൻ വന്നപ്പോൾ ഇവിടെ പെർമിഷൻ ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞത് അത് സെയിൽസ്മാനോട് പെർമിഷൻ ചോദിച്ചാൽ ഇവിടുത്തെ ഒറിജിനൽ ആൾ വേറെയാണ്. അപ്പോൾ ആൾക്ക് പോയി പെർമിഷൻ ചോദിക്കണം, എന്നാലേ വീഡിയോ എടുക്കാൻ സമ്മതിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നൈസായിട്ട് പണിപാളി. അത് നൈസായിട്ട് ചൂടായി. അത് സീനില്ല. അത് ഞങ്ങൾ കിട്ടേണ്ടത് തന്നെയാണ്. ഞാൻ എന്താ പറയുക മണ്ടത്തരം കാണിച്ചിരിക്കുന്ന അറിയില്ല. അതന്നെ വേറൊന്നുമില്ല. നൈസായിട്ട് മണ്ടത്തരം കാണിച്ചത് അപ്പോൾ നൈസായിട്ട് പണിപാളി. ഇപ്പോൾ അപ്പോൾ നൈസായിട്ട് ഫുഡ് കോർട്ടിൽ ഇരിക്കുകയാണ്. എല്ലാം പൂർത്തിയായി എന്നുള്ള മട്ടിൽ ഫുഡ് കോർട്ടിൽ ഇരിക്കുക. മൂഞ്ചി തെറ്റിരിക്കുക ഒരുമാതിരി. ഏത് മോളിൽ പോയാലും പെർമിഷൻ മേടിക്കണം. ഫസ്റ്റ് പെർമിഷൻ മേടിക്കാണ്ട് ഒന്നും ചെയ്യാൻ പാടില്ല. അത് വ്ളോഗ് എടുക്കുകയാണെങ്കിലും അത് വല്ല ഫുഡ് കോർട്ടാണെങ്കിൽ അവരെ പ്രൈവസിലാണ് എല്ലാവരും ഇരിക്കുന്നത്. അപ്പോൾ അവിടെ പോയി ഒച്ചെടുത്താൽ നൈസിട്ട് മൂഞ്ചിരിക്കും. അപ്പോൾ ചെറിയ ചലഞ്ചിന് വേണ്ടിയാണ് ഞാൻ നിന്നത്. അപ്പോൾ നൈസിട്ട് മൂഞ്ചിപ്പോയി. വേറൊന്നുമില്ല. ഓട്ടെ നൈസായിട്ട് പണിപാളി കൈസ്. എന്ത് ഇവിടെ പെർമിഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഹൈലൈറ്റ് മോളിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പെർമിഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ അവിടെ ആകെ 2 വ്ളോഗേഴ്സ് മാത്രമേ പെർമിറ്റ് കൊടുത്തിട്ടുള്ളൂ വീഡിയോ എടുക്കാൻ. അതെന്തോ തൃശ്ശൂർ ഫുഡിയോ പിന്നെ എന്താണ് പറഞ്ഞത്, പിന്നെ വേറെ ഏതോ വ്ളോഗറിൻ്റെ പേര് പറഞ്ഞായിരുന്നു. അവർക്ക് എന്തൊക്കെ പെർമിറ്റ് ഉള്ളൂ അവിടെ വീഡിയോ എടുക്കാൻ വേണ്ടി. വേറെ നല്ല റീച്ച് നോക്കിയിട്ട് കാര്യമില്ല. ഇതിൽ നിർത്താൻ മുകളിലെ പരിപാടി ആ ഉറപ്പിച്ച കാര്യം. നിർത്താൻ മുകളിലെ വ്ളോഗിൻ്റെ കാര്യം അത് ഈ ഒരു തോൽവിയൊന്നുമില്ല. ഞാൻ അതന്നെ നിർത്താൻ ചാവണം. ഞാൻ എത്ര പറയും വേണമെങ്കിൽ നിർത്താൻ ചാവണം. എന്തെങ്കിലും മടിക്കില്ല. അപ്പോൾ ഒരാളെങ്കിലും ചവിട്ടി താഴ്ത്തണ്. അത് ഹൈലൈറ്റ് മോളിലത്തെ സ്റ്റാഫല്ല ഇവിടുത്തെ നിൽക്കുന്ന ആള് നൈസിൽ ചവിട്ടി താഴ്ത്തി എന്ന് പറയാം ആക്ച്വലി. അത് കാരണം എനിക്ക് ഇവിടെ പെർമിറ്റൊന്നും ഇല്ല. നീ ചെറിയ ഈ പ്രായമായിട്ടില്ലല്ലോ ഇവിടെ 2 വ്ളോഗ്സും അത് അലൗഡുള്ളൂ, വേറെ ആർക്കും അലൗഡില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നെ നൈസിൽ ചവിട്ടി താഴ്ത്തിയാണ്. അതിന് കൺഫേമായി. അത് കുഴപ്പമില്ല, ഞാൻ വിട്ട് കളഞ്ഞു. എന്തായാലും ഈ പേടി ഇവിടെ നിന്ന് വെച്ച് നിർത്താൻ പോകുന്നില്ല. ഞാൻ ഉറപ്പിച്ച കേസാണ് ഇതോടാൻ. ഓക്കെ ഓർഡർ ചെയ്തേക്കുന്നേ എടാ എന്താടോ നോട്ടെ ഓർഡർ ചെയ്യുന്നത് 4 burgers. 4 fucking burgers, you know. ഇവിടെ അത് ഇവിടെ നൈസായിട്ട് ബർഗർ കഴിക്കാനുള്ള പ്ലാനാണ്. അല്ല പക്ഷെ തോന്നില്ല, വയറ് ഓൾറെഡി നിറഞ്ഞു. ആളെ വയന്ന് കേട്ടപ്പോ വയറ് ഓൾറെഡി നിറഞ്ഞു. എടാ കുറച്ചൊരു മിണ്ടാണ് പറഞ്ഞോട്ടെ. അപ്പൊ അതിനുള്ള എന്താ പറയാ ആളെ വയന്ന് കേട്ടപ്പോ ഓൾമോസ്റ്റ് വയറിന് ഇറങ്ങുന്നുണ്ട്. എന്താ പോലെ ഇന്നത്തെ മൂഡ് പോയി എന്ന് പറഞ്ഞ പോലെ. പക്ഷെ നമ്മളെ തിരിച്ചു പിടിക്കും. ചാമാര് നമ്മളിപ്പോ സിറ്റി സെന്റർ ആണ്. സിറ്റി സെന്റർ ആണ് അതെ സിറ്റി സെന്റർ ആണ്. സിറ്റി സെന്റർ ആണ്. വേറെങ്ങോട്ട് കാണിച്ചു തരാം ബാക്കി. ഓക്കെ സിറ്റി സെന്റർ പാർക്ക് ചെയ്ത് ഇപ്പൊ ഇറങ്ങാൻ പോവാണ്. ഇവിടെ വ്ളോഗ് എടുക്കാൻ വേണ്ടി പെർമിഷൻ വേണമെന്ന് പറയുന്നത് വെച്ചാൽ നോക്കി പെർമിഷൻ കിട്ടാൻ നോക്കി നോക്കാം എന്തായാലും. ഓക്കെ കണ്ടിട്ട് തോന്നുന്നു എന്താ ഒന്നുകൂടി പറയണ എല്ലാവരും വന്നിട്ടുണ്ടാവും എനിക്കറിയാം. എന്നാലും നമ്മുടെ ഇതിന് നമ്മളൊരു വീഡിയോ ചെയ്യുന്നു അത്രേ ഉള്ളൂ. ഇതില് എന്നിട്ട് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. സെന്ററിനുള്ള എന്ത് പ്രത്യേക അലഞ്ഞു തിരിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുവാണ് സിറ്റി സെന്റർ. ലിഫ്റ്റ്
എന്താ ഇവരിലെ കഫേ ഉണ്ട് ഇവിടെ, കിഡ്സ് വേൾഡ്. പിന്നെ ഫാഷൻ ജ്വല്ലറി സംഭവങ്ങളില്ലേ, ആ സംഭവത്തിൻ്റെ ഒരു ഷോപ്പുണ്ട്. പിന്നെ ടീൻസ് വേൾഡ്, പിന്നെ 5G സ്റ്റോർ, ഐഫോണൊക്കെ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒന്ന് പർച്ചേസ് ചെയ്യാം. പിന്നെ iPlus, പിന്നെ കെനോണിൻ്റെ ക്യാമറ ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. അയിന ഹെയർ ആൻഡ് ഫ്രീ സ്കിൻ കെയർ ഉണ്ട്. പിന്നെ ഒരു ഷൂവിൻ്റെ ചെരുപ്പൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ഷോപ്പ്. നമുക്ക് ഗ്രൗണ്ട് ഫ്ലോർ, ഇത് ഗ്രൗണ്ട് ഫ്ലോർ ആട്ടോ. നമുക്കൊന്ന് മുകളിലോട്ട് പോയി നോക്കാം. മുകളിൽ ഇങ്ങനെയാണ്, ഒന്ന് മുകളിലോട്ട് പോകാൻ. എന്തായാലും എനിക്കറിയാം എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന്. ഇത് സിറ്റി സെൻറ്ററിലേക്ക് വന്നിട്ടുണ്ടാവും, അത് ഉറപ്പാണ്, കൺഫേം ആയിട്ടുള്ള കാര്യം. സിറ്റി സെൻറ്ററിലേക്ക് വന്നിട്ടുണ്ടാവുന്നത്. എന്നാലും അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി പറയാണ് സിറ്റി സെൻറ്ററിൽ. ഓക്കെ, ഭയങ്കര കാര്യം കാണിച്ചു തരാം മച്ചാമാരെ. ഇതാണ് സിറ്റി സെൻറ്ററിലത്തെ ബ്രോഡ്കാസ്റ്റ് എന്ന് പറയുന്ന ഷോപ്പ്. ബോയ്സ് ജെൻസിന് വേണ്ടിയുള്ള മെയിൻ ഷോപ്പാണ്. ടീഷർട്ടും പാൻസും. പിന്നെ അടുത്ത് വരുന്നത് സെക്സോ എന്ന് പറഞ്ഞാൽ മറ്റേ ഷെയ്ക്ക് ഐസ്ക്രീം, ആ സ്കീമില്ലേ, അതിൽ പെടുന്ന സംഭവം. ടാറ്റു ഗ്രേറ്റ്. പിന്നെ ഗായ്സ് ഇവിടെ ഒരു വീണ്ടും ഒരു ജ്വല്ലറി ഷോപ്പ്. വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒക്കെ വന്നിട്ട് അമ്മമാർക്ക് ഡ്രസ്സ് എടുത്തോണ്ടെങ്കിൽ കൊടുക്കാം. പിന്നെ ഗ്രൈനറ്റ് ഉണ്ട്, ലേഡീസിന് ഡ്രസ്സ് എടുക്കാൻ പറ്റുന്ന സ്ഥലമുണ്ട്. പിന്നെ സൈനപ്പ്, നമ്മുടെ മെയിൻ സ്പോട്ടാണ് ഗൈസ് സൈനപ്പ് മച്ചാമാര്. പിന്നെ ടൂലിപ്സ് ഉണ്ട്. പിന്നെ ഇതാണ് ലിഫ്റ്റ് കയറി പോകണവർക്ക് ലിഫ്റ്റ് കയറി പോവാം. ഇത് ഷർട്ടിൻ്റെ ഒരു ഇതാണ്, സ്റ്റോറാണ്. പിന്നെ ഇപ്പുറത്ത് ബോങ്കോ ഉണ്ട് ഗൈസ്, ബോങ്കോ ഷർട്ട് സാധനമൊക്കെ ഷോപ്പ് ചെയ്യാം. ഹൈലി ലൈറ്റ്സ്. ഇവിടെയും വേറെ ഷോപ്പ്. എൻ്റെ തൊണ്ട പറ്റി ഗൈസ്, തൊണ്ട പറ്റി. ഇത് നെക്സ്റ്റ് ഫ്ലോർ ട്രിനിറ്റി, എന്തോ ട്രാവൽ ആൻഡ് സർവീസിൻ്റെ കേട്ടോ. ഈ ഷോപ്പ് തുറന്നിട്ടില്ല. എന്തോ ഇത് ഹെയർ കട്ടിൻ്റെ ആണ് ഗൈസ്, ഹെയർ കട്ടിൻ്റെ അല്ലെ, ഹെയർ കട്ട് ആണെങ്കിൽ. ഇത് ബോങ്കോ ഓഫറാണ്, പക്ഷേ നല്ല ഓഫറുണ്ട്. 3 ഷർട്ടിന് 500 രൂപ. പിന്നെ അതുപോലെ തന്നെ മാല വള വലുതും വേണമെങ്കിൽ ഇവിടെ നിൽക്കാം. തൊണ്ടൽ തള്ളാൻ പറ്റിയേ. മൊബൈൽ കെയർ. ഇതാണ് വേറെ ഷർട്ട്, കോസ്റ്റ്യൂം. ചത്ത് ഗൈസ്, ചത്ത്. ഇഷ്ടംപോലെ ഫ്ലോർ ഉണ്ട് ഇനി. ഷോ 4ാമത്തെ ഫ്ലോർ. നമുക്കൊന്ന് സിറ്റി സെൻറ്ററിൻ്റെ ഓഫീസിൽ നിന്ന് പോയിട്ട് വരാം. ലെറ്റ്സ് ഗോ ദ ഓഫീസ്. നമുക്കൊന്ന് ഓഫീസിൽ പോയിട്ട് വരാം. എനിക്കിനി വയ്യ മുകളിലോട്ട് പോകും. മുകളിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇതുണ്ടോ, ഒരു 2 3 ഉണ്ട്. വയ്യ മുകളിലോട്ട് പോകാൻ, ടയേർഡായി ഒന്നാ തന്നെ. ഇതാടെ ആ ഷോപ്പും കൂടി ഒന്ന് പോയിട്ട് വരാം. അതേമാതിരി നമുക്ക് 4 പേരെ കാണുന്നുണ്ട്. അവരുടെ റിവ്യൂവും ചോദിച്ചേക്കാം. ഇങ്ങനെ സിറ്റി സെൻറ്ററിൽ നിന്ന് റിവ്യൂവും ചോദിച്ചേക്കാം. ബ്രോ ഒന്ന് നിൽക്കോ, തിരക്കിലാണോ? ആണോ ബ്രോ? അല്ലല്ലോ, തിരക്കിലല്ലല്ലോ. ഒരു കാര്യം, സിറ്റി സെൻറ്റർ ചെയ്യുന്നുണ്ട് ബ്രോ. എന്നാലും ഒരു എന്തൊക്കെയാ അവിടെ ചേഞ്ച് വല്ലതും വരാത്താൻ അങ്ങനെ വലുതുണ്ടോ? അതെത്ര മണി നമുക്ക് പറയാൻ ബ്രോ. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, നല്ല പർച്ചേസിങ് ഒക്കെ അടിപൊളിയല്ലേ ബ്രോ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ ബ്രോ, താങ്ക്സ് ബ്രോ, താങ്ക് യു കേട്ടോ. നൈസായിട്ട് ഇറങ്ങാം എന്തായാലും. പിള്ളേർക്ക് ടൈമില്ല, പിള്ളേർക്ക് വീട്ടിൽ പോകണമെന്ന്. അതുകൊണ്ട് നമുക്ക് എന്തായാലും നൈസായിട്ട് ഇറങ്ങാം. ഓക്കെ, ബാക്കി ഓൺ ദ വേ കാണിച്ചു തരാം എന്തുണ്ടെങ്കിൽ. ഓക്കെ, ഇറങ്ങിയിട്ട് എല്ലാവരും അത് ഇറങ്ങി വടക്കേ സ്റ്റാൻഡ് ഓടറാ. ബൈ ബൈഡാ. വടക്കേ സ്റ്റാൻഡിലെല്ലാം ഇറക്കിയിട്ടുണ്ട്. ഓടറാ ബൈ. നമുക്ക് വീട്ടിൽ പോവാം ഗൈസ്, വീട്ടിൽ പോവാം. ബൈ. മച്ചാന്മാരെ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുക നൈസായിട്ട്. ബസ് ഇറങ്ങി നൈസായിട്ട് ഇതാണ് കഴിഞ്ഞാൽ. ഞാൻ ബാക്കി വീട്ടിലെത്തിയിട്ട് പറഞ്ഞുതരാം. കുറച്ച് കാര്യം പറയാനുണ്ട്, അത് ഞാൻ വീട്ടിലെത്തിയിട്ട് പറഞ്ഞുതരാം. ഓക്കെ മച്ചാന്മാരെ വീട്ടിലെത്തി. അലഞ്ഞ് തിരിഞ്ഞിട്ട അവസാനം വീട്ടിലെത്തി. എന്ത് ചെയ്യാൻ, നമ്മൾ ഇവിടെ പോയി നേരെ ഹൈറ്റ് മാൾ കയറി. ഹൈറ്റ് മാൾ പോയിട്ട് കുറച്ച് ചലഞ്ച് ചെയ്തു, പക്ഷേ നൈസായിട്ട് പണി കിട്ടി. അവിടെ സ്റ്റാഫ് പിടിച്ച് സീനാക്കി. നിങ്ങൾ മുമ്പേ പോയായിരുന്നു അങ്ങോട്ട്. ഞങ്ങൾ മുമ്പ് പോയിട്ട് ഡാൻസിന് വീഡിയോ എടുത്തു, പക്ഷേ ആ ഡാൻസിന് വീഡിയോ ഞങ്ങൾ റിയലായിട്ട് ഇട്ടില്ല. അത് ശോകം റിയലായി. ഞാനവിടെ ടയേർഡായിപ്പോയി നല്ല രീതിയിൽ. അപ്പോൾ ആ വീഡിയോ ഇട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന്
അവിടെ സെയിൽസ്മാൻ അടുത്ത ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു ഷോപ്പിലത്തെ സെയിൽസ്മാനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതല്ല ശരിക്കുള്ള സ്റ്റാഫായിരുന്നു, വേറെ ആളായിരുന്നു ശരിക്കും നോക്കുന്ന ആള്. അപ്പോൾ ആള് ചോദിക്കേണ്ട ആവശ്യം. പക്ഷെ ഞാൻ പോയി ചോദിച്ചത് ഇയാളെടുത്താ. അതിൻ്റെ ധൈര്യത്തിലാണ് ഞങ്ങൾ ഈ പ്രാവശ്യം ഞാൻ ഈ പ്രാവശ്യം വീഡിയോ എടുക്കാൻ പെർമിഷൻ വേണമല്ലോ, ഒരെണ്ണം പെർമിഷൻ എടുത്താണല്ലോ. അതുകൊണ്ട് ഞാൻ നേരെ പോയത്. പോയപ്പോൾ എന്ത് നൈസായിട്ട് മൂഞ്ചി. ആ ക്ലിപ്പ് കണ്ടാൽ എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഉറപ്പായിട്ടും. നൈസായിട്ട് സ്റ്റാഫ് പിടിച്ച് കുടഞ്ഞൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ചൂടായി. ഇങ്ങനെ എടുക്കാൻ പാടില്ല, വ്ളോഗറായാലും ഇങ്ങനെ എടുക്കാൻ പാടില്ല, ഇവിടെ പ്രൈവറ്റ് പ്രോപ്പർ അങ്ങനത്തെ ഒരു ഡയലോഗ് അടിച്ച് അവർക്ക് അടിക്കാനുള്ള അവകാശം ഉണ്ട്. അന്നത്തെ ഞാൻ തെറ്റാ ചെയ്തത്, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. അതൊന്നും തെറ്റാണ്. പിന്നെന്താ പിന്നെ അത് കഴിഞ്ഞ് അവിടുത്തെ ഇഷ്യൂ ഒക്കെ കഴിഞ്ഞു. പിന്നെ എൻ്റെ ജസ്റ്റ് മൂഡ് പോയായിരുന്നു. അപ്പം ഞാൻ ഒരു വാക്ക് പറഞ്ഞായിരുന്നു അവിടെ വെച്ചിട്ട്, അത് ഉണ്ട് ആ വീഡിയോയിൽ. ആ വാക്ക് ഞാൻ എന്തായാലും കൈ പിടിക്കും. പിന്നെ അത് കഴിഞ്ഞ് സിറ്റി സെൻറ്റർ പോയി. സിറ്റി സെൻറ്റർ പോയിട്ട് അവിടെ രണ്ടുമൂന്ന് വീഡിയോ എടുത്തു. എല്ലാവരും സിറ്റി സെൻറ്റർ പോകണതാണ്. എന്നാലും ഞാൻ എൻ്റേതായ ഒരു എടുത്തിട്ടുന്നുള്ളൂ, വേറെ ഒന്നുമില്ല. കാണൽ കണ്ടാൽ മതി. സിറ്റി സെൻറ്റർ ഞാൻ സ്കിപ്പ് അടിച്ച് പോയ പ്രശ്നമില്ല, കാണൽ കണ്ടാൽ മതി. ഓക്കെ, അതൊന്നുമില്ല, ഇത് മാത്രം പറയണോ. പിന്നെ ഇപ്പോൾ വീട്ടിലെത്തി. നൈസായിട്ട് വണ്ടി കൊടുത്ത്, എൻ്റെ അച്ഛൻ്റെ വണ്ടി കൊടുത്ത് ബസ് കയറി വീട്ടിലെത്തിയപ്പോൾ ആ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ സെൻഡ് ചെയ്യാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നേരെ അടിയിക്കുന്ന ലൈക്കില്ലേ നൈസിൽ നിൽക്കുക, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വല്ലതും നെഗറ്റീവോ പോസിറ്റീവോ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.